അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനൊരു ചെറുതും കഴിച്ചേച്ച് വീട്ടിലേക്ക് വന്നപ്പോഴല്ലോ അമ്മച്ചി ടി വി കണ്ടുകൊണ്ടിരിക്കുക. അപ്പം അമ്മച്ചി എൻ്റെ അടുത്ത് പറയുക, എടാ നിൻ്റെ ആ പെണ്ണിൻ്റെ പരിപാടി ടി വിയിൽ നടക്കണമെന്നും പറഞ്ഞ് അമ്മച്ചി എന്നെ കാണിച്ചു തരിക. അതേ നിൽക്കണോ നിൻ്റെ ആ പെണ്ണ്. ഞാൻ പരിപാടിയൊന്നും കാണാൻ പോയൊന്നുമില്ല, അമ്മച്ചി അത് കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പം ഞാനിപ്പോൾ എൻ്റെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ടി വി പരിപാടിക്ക് പോയിട്ട് ഒത്തിരി നാളായി. എന്നാന്ന് വെച്ചാൽ ഈ മുടിഞ്ഞ പത്രടിയിൽ കാണുന്നുണ്ടല്ലോ, ഒരു വഴിക്ക് എനിക്ക് പോകാൻ പറ്റില്ല, ഒന്ന് മാറി നിൽക്കാൻ പറ്റില്ല, ഒരു കല്യാണത്തിന് പോകാൻ പറ്റില്ല, ഒന്ന് കിടക്കാൻ പറ്റില്ല, ഒന്ന് ഇരിക്കാൻ പറ്റില്ല, ഒന്ന് നിൽക്കാൻ പറ്റില്ല, അങ്ങനെ ഒന്നിനും പറ്റണില്ല എനിക്ക്. അത് ഈ മുടിഞ്ഞ പത്രടിയിൽ എന്ന് തുടങ്ങിയോ അന്ന് എനിക്കൊരു സ്ഥലത്തേക്ക് പോകാനും പറ്റില്ല, ഒരു പരിപാടിക്കും പോകാൻ പറ്റണില്ല. അപ്പം നമ്മൾ ഈ ടി വി പരിപാടിക്ക് പോകുമ്പോൾ നമ്മൾ ഒരാഴ്ചയൊക്കെ ചിലപ്പോൾ ഒന്ന് മാറി നിൽക്കേണ്ടി വരും. അതാണ് കുഴപ്പം. എനിക്ക് മാറി നിൽക്കാൻ പറ്റാത്ത സ്ഥിതിയാണ് അല്ലേ. എങ്ങനെയെങ്കിലും ഈ മുടിഞ്ഞ പരിപാടി ഒന്ന് നിർത്തിയിട്ട് വേണം എനിക്ക് എൻ്റേതായ സ്വപ്നങ്ങളിലേക്ക് അങ്ങ് പോകാൻ. സ്വപ്നങ്ങളിലേക്കല്ല, ഞാൻ എൻ്റെ ആഗ്രഹങ്ങളിലേക്ക് കടക്കാൻ. ഇവിടം വിട്ട് എനിക്ക് വല്ല യുറാനസിലോ നെപ്റ്റ്യൂണിലോ ഒക്കെ ഒന്ന് പോകണം. അതാണ് എൻ്റെ ഒരു ആഗ്രഹം അല്ലേ. ഇപ്പം എനിക്കിപ്പോൾ നല്ലൊരു മുഖത്തുണ്ടല്ലോ, ഒരു ഉറക്കക്ഷീണം ഇല്ലെന്ന് നിങ്ങൾ സൂക്ഷിച്ചൊന്ന് നോക്കിയേ. എല്ലാം ഈ പരിപാടിയിൽ തന്നെ. നമ്മുടെ പപ്പു പറയും പോലെ സൂക്ഷിച്ചു നോക്കിയേ, എന്തെങ്കിലും വലിയ വ്യത്യാസം കണ്ടോന്ന് പറഞ്ഞേ എന്ന് പറഞ്ഞ പോലെ തന്നെ കാര്യങ്ങളാണ്. അത് കാരണം ഞാൻ എങ്ങനെയെങ്കിലും ഈ പരിപാടി ഒന്ന് നിർത്തിയിട്ട് വേണം എനിക്ക് വേറെ മേഖലകളിലേക്ക് പോകാൻ അല്ലേ. നമുക്കിഷ്ടപ്പെട്ട നമ്മുടെ മേഖലകളിലേക്ക് പോകാൻ. അങ്ങനെയൊക്കെയാണ്. ഇനി ഞാൻ ഒന്നും പോയില്ലെങ്കിൽ ഇവിടെ നടന്ന് തെണ്ടി തിരിഞ്ഞ് നടക്കാണ്ട് അല്ലേ, വേറെ രീതിയിലേക്ക് പോയില്ലെങ്കിൽ കാര്യങ്ങൾ ശരിയാവില്ല അല്ലേ. അപ്പം നിങ്ങളും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങളങ്ങോട്ട് വിട്ടു പോവുക. ഇവിടെ നിൽക്കുന്ന ഒരു കാര്യമില്ലെന്നേ അല്ലേ. അതാ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ. വേറെ ഒന്നും എനിക്ക് നിങ്ങളോട് പറയാനുമില്ല. നിങ്ങൾ ഞാൻ പറഞ്ഞായിട്ട് കേൾക്കുകയും വേണ്ട. ശരി.